പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത 5-ൽ 2 ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. നിലവിൽ അന്വേഷണ ഏജൻസികൾ ആക്രമണം നടത്തിയവരിൽ 2 പേർ പാകിസ്ഥാൻകാരാണെന്നും ജമ്മുകാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവെപ്പ് നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും ഇന്ന് കാശ്മീരിൽ എത്തുകയാണ്. സോന സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. സോന, പ്രകോപന നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ആക്രമണം നടത്തിയവരിൽ ഈ പാകിസ്ഥാൻകാരുണ്ട് എന്നുള്ളതും കൂടി ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണല്ലേ? ഇങ്ങനൊരു ഇത് പുറത്തു വന്നിരിക്കുന്നത് 2 ഭീകരരുടെ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരാണ് ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കാളികളായതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിപ്പോൾ ആകെ മൊത്തം 5 ആക്രമികളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 2 പേര് പാക് സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 2 പേര് പ്രധാനപ്പെട്ടതും ആദിൽ തോക്കർ അഹ്സാൻ എന്നിവരാണ് പാക്കിലെ സ്വദേശികളെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ അലി തൻഹ, ആസിഫ് ഫൗജി എന്നിവർ പാക് ഭീകരർ ആണെന്നാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികളും മറ്റും പുറത്തു പറയുന്ന വിവരം. മാത്രമല്ല, ഇന്നും ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഇന്നും മറ്റും യോഗം നടക്കുന്നത്. മാത്രമല്ല, ഇന്നലെയും അതുപോലെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിന്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇന്ത്യക്കെതിരെ ഒരു നിയന്ത്രണ രേഖയിൽ മറ്റും വെടിവെപ്പ് ഉണ്ടായത്. എന്നാൽ ഇന്ത്യൻ പോസ്റ്റിന്റെ നേരെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഇന്നലെ ആർക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, അതേസമയം ഈ ഒരു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പുതിയൊരു അന്വേഷണ സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അനന്ത്നാഗ് അഡീഷണൽ എക്സ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി ഇത് അന്വേഷിക്കുക. NIA സംഘം ബൈസണിൽ നിന്നും ലഭിച്ച ഫോറൻസിക് തെളിവുകളടക്കമാണ് ഫോറൻസിക് സംഘം എടുത്ത തെളിവുകളടക്കം അയച്ചിരിക്കുകയാണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ 2 ഭീകരരുടെ രേഖാചിത്രം പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളത് കാര്യമാണ്. മാത്രമല്ല, ഇതിൽ പങ്കാളികളായത് 5 നേരത്തെ 6 പേരുടെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിപ്പോൾ സുരക്ഷാ സേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ 5 പേരാണ് ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നേരത്തെ തന്നെ 3 പേരുടെ രേഖാചിത്രം പുറത്തു വിട്ടിരുന്നു. ഇതിൽ 5-ൽ 4 ഭീകരരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 പേർ പാകിസ്ഥാനികളാണെന്നും സ്ഥിരീകരണം വന്നിട്ടിരിക്കുകയാണ്. ഈ 2 പാകിസ്ഥാനികളാണ്. ആദിൽ തോക്കർ അഹ്സാൻ എന്നാണ് ഈ 2 പേരുടെ പേര്, പാകിസ്ഥാനികളുടെ പേര്. മാത്രമല്ല, അലി തൻഹ, ആസിഫ് ഫൗജി എന്നിവർ പാക് ഭീകരർ ആക്രമണത്തിന് നേതൃത്വം ആണെന്നും പുറത്തു വരുന്നു. മാത്രമല്ല, ഈ ആക്രമണത്തിൽ നേതൃത്വം നൽകിയത് പാക് ഭീകരനായ ഹാഷിം മൂസ എന്ന ആളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. കാളിദാസ്. ശരി, സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.